അരമാനൂരിലെ ശ്രീ നയനാർ ദേവക്ഷേത്രത്തിന്റെ മുറ്റത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുത്ത അവരുടെ സാന്നിധ്യത്തിൽ കൊട്ടിഘോഷിച്ച് നടന്നൊരു വിവാഹം ഇന്ന് കേരള രാഷ്ട്രീയത്തെയും ഭരണത്തെയും പോലും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന ഭീകരമായൊരു ഗൂഢാലോചനയുടെ കേന്ദ്ര ബിന്ദുവായി കൂടി മാറിയിരിക്കുകയാണ്. കേവലം ഒരു പ്രണയവിവാഹം എന്നതിനെല്ലാം അപ്പുറം കേരള സ്റ്റോറി എന്ന ചലച്ചിത്രത്തിന് ബദലായി കേരള മിഷൻ എന്ന പേരിൽ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ആസൂത്രണം ചെയ്തൊരു രാഷ്ട്രീയ നാടകമായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മഹാകുംഭമേള ചിത്രങ്ങളിലൂടെ ആഗോള ശ്രദ്ധ നേടിയ ഒരു പെൺകുട്ടിയെയും ഉത്തർപ്രദേശുകാരനായ ഫർമാൻ ഖാനെയും കരുവാക്കി നടത്തിയ ഈ നീക്കത്തിന് പിന്നിൽ ഒരു സിനിമാ ക്യാമറമാനും ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. മാർച്ച് 7 തന്നെ പെൺകുട്ടിയും പങ്കാളിയും സുഹൃത്തായ ക്യാമറമാൻ ലാലിനെയും നെയ്യാറ്റിൻകരയിൽ എത്തിച്ചത് ഈ ഗൂഢാലോചനയുടെ ആദ്യഘട്ടമായിരുന്നു. വിവാഹത്തിന് 2 ആഴ്ച മുമ്പ് തന്നെ ഇവരിവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുതയും. ഇത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമല്ല, മറിച്ച് കൃത്യമായി തിരക്കഥ എഴുതി തയ്യാറാക്കിയ ഒന്നാണെന്നാണ് ഇത് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ. ഇവർക്ക് രഹസ്യ താമസ സൗകര്യവും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ കവചങ്ങളും ഒരുക്കിയത് നെയ്യാറ്റിൻകരയിലെ ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവായ സർക്കാർ ജീവനക്കാരെന്ന റിപ്പോർട്ടുകൾ കൂടി ഭരണകൂടത്തിന്റെ ഒത്താശയാണെന്ന് കൂടി വിരൽ ചൂണ്ടുന്നതാണ്. ഈ ഉദ്യോഗസ്ഥ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി വിവാഹത്തിനെത്തിക്കാൻ ചരടുവലികൾ നടത്തിയതും. അതൊന്നും കൂടാതെ ഇതിനു പുറമെ തൻ്റെ കുടുംബത്തിലെ ഒരു ചടങ്ങിനായി കുംഭമേളയുടെ വൈറലായ ഈ ബാലികയെ എത്തിച്ചതും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ഈ കുട്ടി പ്രായപൂർത്തിയാക്കാത്ത ബാലികയാണെന്ന് മധ്യപ്രദേശ് പോലീസ് കണ്ടെത്തുകയും ആരോഗ്യ പരിശോധനകളിൽ പീഡന വിവരം പുറത്തു വരികയും ചെയ്താൽ ഇത് അതീവ ഗൗരവകരമായൊരു ബലാത്സംഗ കേസായി മാറുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ വിവാഹത്തിന് കൂട്ടുനിന്നവരും ഇവർക്ക് ഒളിത്താവളം ഒരുക്കിയവരും പോക്സോ നിയമപ്രകാരം അഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താമസ സൗകര്യം ഒരുക്കിയവർ മുതൽ ക്ഷേത്രത്തിലെ വിവാഹത്തിന് കാവൽ നിന്ന പ്രാദേശിക നേതാക്കൾ വരെ പ്രതിപ്പട്ടികയിൽ വരാവുന്ന അവസ്ഥ കൂടിയാണ് ഇപ്പോഴുള്ളത്. വിവാഹത്തിന് ഹാജരാക്കിയ രേഖകളിൽ ഒട്ടും പരിശോധിക്കാതെ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാൻ ഉന്നതതലത്തിൽ നിന്നും സമ്മർദ്ദമുണ്ടായെന്ന ആരോപണം സിസ്റ്റത്തിലെ വലിയൊരു വീഴ്ച കൂടിയാണ് തുറന്നു കാട്ടുന്നത്. അരമാനൂരിലെ ക്ഷേത്രഭരണ സമിതി പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായതിനാൽ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ളവർക്ക് ഈ വിവാഹത്തിന് ഓരോ ചലനവും വ്യക്തമായി അറിയാനും കഴിഞ്ഞു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ഈ കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കുന്നത്. പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് വെറും 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ മഹേശ്വർ സർക്കാർ ആശുപത്രിയിലെ രേഖകൾ പ്രകാരം പെൺകുട്ടി ജനിച്ചത് 2009 ഡിസംബറിലാണ്. എന്നാൽ തിരുവനന്തപുരത്ത് അധികൃതർക്ക് മുമ്പാകെ സമർപ്പിച്ച രേഖകളിൽ 2008 ജനുവരി 1 ജനനത്തീയതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചാണെന്ന് കമ്മീഷൻ സംശയാതീതമായി തെളിയിച്ചിട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP നേരിട്ട് വിളിപ്പിച്ചത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് കൂടിയാണ്. മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസെടുത്തതോടെ കേരളത്തിലെ ഉദ്യോഗസ്ഥരും പ്രതിരോധത്തിലായിരിക്കുകയാണ്. വ്യാജരേഖകൾ അസലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് രജിസ്ട്രേഷൻ നടത്തിയതെന്ന പൂവാർ പഞ്ചായത്ത് അധികൃതരുടെ മൊഴി ഇപ്പോൾ വിശ്വസനീയമല്ലാതായി മാറിയിരിക്കുക കൂടിയാണ്. മറ്റൊരു ഗൗരവകരമായ ആരോപണം അതീവ സുരക്ഷയുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നൊരു ആചാര ലംഘനം കൂടിയാണ്. മുസ്ലിം യുവാക്കളായ ഫർമാൻ ഖാനും അതുപോലെ സുഹൃത്തും തങ്ങളുടെ മതാചാരങ്ങൾ മറച്ചുവെച്ച് ക്ഷേത്രത്തിനുള്ളിൽ ദർശനം നടത്തിയെന്ന വാർത്ത വിശ്വാസികളെ പ്രകോപിപ്പിച്ചിരിക്കുക കൂടിയാണ്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിൽ നിയമങ്ങൾ ലംഘിക്കാൻ ഇവർക്ക് ഒത്താശ ചെയ്തത് നെയ്യാറ്റിൻകരയിലെ അതേ ഉദ്യോഗസ്ഥ ദമ്പതികളാണെന്ന വിവരം കൂടി പുറത്തു വരികയാണ്. ക്ഷേത്ര ഭരണസമിതിയും ഈ വിഷയത്തിൽ കർശനമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ നാടകീയമായ പുതിയ വഴിത്തിരികൾ സംഭവത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാനില്ലെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. പെൺകുട്ടി ഒളിച്ചോടിപ്പോയി എന്നുള്ള അവകാശവാദവുമായി ഫർമാൻ ഖാൻ തന്നെ രംഗത്തെത്തിയത് കേസിൽ വലിയ ദുരൂഹതകൾ നിഴലിക്കാൻ കാരണമായിരിക്കുക കൂടിയാണ്. അജ്മീറിലും പുഷ്കറിലും പെൺകുട്ടിയെ തിരയുകയാണെന്നും അവിടെ നിന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ ജോധ്പൂരിലേക്ക് പോവുകയാണെന്നും വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഫർമാൻ ഖാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതൊരു ആസൂത്രണം ചെയ്ത നാടകമാണെന്നും പെൺകുട്ടിയെ ഇവർ തന്നെ എവിടെയോ ഒളിപ്പിച്ചതാണെന്നുമാണ് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. നിയമത്തിന്റെ പിടിമുറുകുന്നത് ഉറപ്പായതോടെ പെൺകുട്ടിയെ മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നാണ് അവർ ആരോപിക്കുന്നത്. പുതിയ വിവരങ്ങൾ പുറത്തു വന്നതോടെ പെൺകുട്ടിയുടെ അമ്മ ശാരീരികമായി തളരുകയും അച്ഛൻ വലിയ മാനസിക വിഷമത്തിലാവുകയും ചെയ്തിരിക്കുക കൂടിയാണ്. മധ്യപ്രദേശിലെ മഹേശ്വർ നഗറിൽ ഈ വിഷയം വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. കൂടുതൽ നിയമപരമായ സമ്മർദ്ദമുണ്ടായാൽ പെൺകുട്ടി അപ്രത്യക്ഷയാകേണ്ടി വരുമെന്ന ഊഹാഭോഹങ്ങൾ നേരത്തെ തന്നെ പ്രദേശത്ത് പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതിന് വലിയ തരത്തിൽ പ്രചരിക്കുക കൂടി ചെയ്തിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പെൺകുട്ടിയെ കാണാനെന്നുള്ള ഭർത്താവിൻ്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബം നേരിടുന്ന ദുരവസ്ഥ അതിദയനീയം കൂടിയാണ്. കഴിഞ്ഞ 20 ദിവസത്തിനിടയിൽ ആകെ ഒരു തവണ മാത്രമാണ് വീട്ടുകാർക്ക് പെൺകുട്ടിയോട് സംസാരിക്കാനെങ്കിലും കഴിഞ്ഞത്. അത് തന്നെ കുറച്ചു നേരം സംസാരിച്ചപ്പോഴേക്കും ഫർമാൻ ഖാൻ ഫോൺ തട്ടിപ്പറിച്ചെന്ന് വീട്ടുകാർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും പട്ടികവർഗ കമ്മീഷന്റെയും ശക്തമായ ഇടപെടലുകളെ തുടർന്നാണ് പെൺകുട്ടിയുടെ യഥാർത്ഥ ജനനത്തീയതി പുറം ലോകം തന്നെ അറിഞ്ഞത്.
മഹേശ്വർ സർക്കാർ ആശുപത്രിയിലെ രേഖകൾ പ്രകാരം 2009 കുട്ടി ജനിച്ചെന്നിരിക്കെ കേരളത്തിൽ വിവാഹം നടന്നതിനായി അല്ലെങ്കിൽ അത് നടത്താനായി വ്യാജരേഖകൾ ചമച്ചുവന്നത് അതീവ ഗൗരവകരമായ കാര്യം കൂടിയാണ്. ഇതിനായി കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഒത്താശ ചെയ്തതെന്നാണ് ഭരണകൂട സംവിധാനങ്ങളുടെ വലിയ വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നത്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സംഗതയും സംശയാസ്പദം കൂടിയാണ്. മഹേശ്വർ പോലീസ് വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകാത്തത് പെൺകുട്ടിയുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത്. വിവാഹത്തിന് ശേഷം ഈ സംഭവം സോഷ്യൽ മീഡിയ തരംഗമായതോടെ രേഖകളിൽ കൃത്രിമം കാണിക്കാനും പഴയ രേഖകൾ നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നെന്നും പറയപ്പെടുന്നുണ്ട്. മധ്യപ്രദേശ് പോലീസ് കേരളത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനിരിക്കെ കേരള പോലീസിനും ഇതിലെ രാഷ്ട്രീയ ഒത്താശ കൂടി മൂടിവെക്കാൻ പ്രയാസമാകും. ഒരു ആദിവാസി പെൺകുട്ടിയെ മുൻനിർത്തി നടത്തിയ ഈ രാഷ്ട്രീയ നാടകം ഒരു വലിയ നിയമയുദ്ധമായി കൂടി മാറിയിരിക്കുകയാണ്. അരമാനൂരിലെ ഈ സംഭവം കേവലം ഒരു പോക്സോ കേസിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല. മതാചാരങ്ങളെ ലംഘിച്ചതും വ്യാജരേഖകൾ ചമച്ചതും ഉന്നത പദവികൾ ദുരുപയോഗം ചെയ്തതും ഇതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ ഇത്തരമൊരു ഗൂഢാലോചനയ്ക്ക് തണലൊരുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പ്രയോഗിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടത് ജനാധിപത്യത്തിന്റെ ഭീഷണി കൂടിയാണ്. വരും ദിവസങ്ങളിൽ മധ്യപ്രദേശ് പോലീസും കേരള പോലീസും തമ്മിലുള്ള ആശയവിനിമയം ഈ കേസിന്റെ നിർണായക കണ്ണികളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. രാഷ്ട്രീയ മഹിമ ഉയർത്താൻ പോയി ഇപ്പോൾ നിയമത്തിന്റെ പിടിയിലായവർക്ക് ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയേണ്ടിയും വരും. സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ ഈ കേരള മിഷൻ ആസൂത്രണം ചെയ്ത ഓരോരുത്തരും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. നീതിപീഠത്തിന് ഇടപെടൽ ഈ ഗൂഢാലോചനയുടെ ഓരോ അംശവും തകർത്തെറിയുമെന്ന് വിശ്വാസികളും നിയമത്തെ ബഹുമാനിക്കുന്നവരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ പാവപ്പെട്ട കുട്ടികളെ കരിവാക്കുന്ന ഇത്തരം നീക്കങ്ങൾ കേരളത്തിന് അപമാനം കൂടിയാണ്. ഈ കേസിൽ അന്വേഷണം ശക്തമാകുന്നതോടെ ഉന്നതരായ പലരും കുടുങ്ങുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളെല്ലാം. CCTV ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും പുറത്തു വരുന്നതോടെ വിവാഹത്തിന്റെ മറവിൽ നടന്ന അശുദ്ധമായ അല്ലെങ്കിൽ അവിശുദ്ധമായ രാഷ്ട്രീയ കളി പൂർണ്ണമായും തുറന്നു കാട്ടപ്പെടുകയും ചെയ്യും. വരും മാസങ്ങളിൽ ഹൈക്കോടതിയുടെ നിലപാടും അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളും ഈ വിവാദ വൈറൽ വിവാഹത്തിന്റെ ഗതി തന്നെ നിശ്ചയിക്കുകയും ചെയ്യും. കേരളം ഇതുവരെ കാണാത്ത തരത്തിലൊരു നിയമ പോരാട്ടത്തിനാണ് അരമാനൂർ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി നിയമത്തെയും ആചാരങ്ങളെയും ബലികഴിച്ചവർക്ക് കാലം കരുതി വെച്ച ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് ഈ സംഭവം നൽകുന്നത്. ഇതിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹം ഗൂഢാലോചനയുടെയും രാഷ്ട്രീയ നാടകങ്ങളുടെയും ആഴം തിരിച്ചറിയുക കൂടിയാണ്. അന്വേഷണം ഓരോ ഘട്ടം പിന്നിടുമ്പോഴും അഴിമതിയുടെയും അവിശുദ്ധ ബന്ധങ്ങളുടെയും കഥകളാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. ഇതിന് അന്ത്യമുണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ അവസാനമുണ്ടാകണമെങ്കിൽ കുറ്റവാളികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണമെന്നാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ വിവാഹം നടന്ന് ആ വിവാഹം വൈറലായതിനു ശേഷമാണ് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പോലും തിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഈ കുട്ടിയുടെ ഭർത്താവിനെതിരെ ഈ പോക്സോ കേസ് എടുക്കുകയും അതിൽ അറസ്റ്റ് ഉണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടാകുമ്പോൾ പിന്നീട് കോടതി ഇടപെട്ട് അറസ്റ്റ് തടയുന്ന സാഹചര്യത്തിലേക്ക് വരെ പോയിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ കേരളത്തിലെ നേതാക്കൾ ആരോപിക്കുന്നത് കുട്ടിക്ക് കൃത്യമായി 18 വയസ്സായി എന്ന് തന്നെയാണ്. അതിനുശേഷം അത് കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഞങ്ങൾ വിവാഹം നടത്തിക്കൊടുത്തത് എന്നാണ്. എന്നാൽ മറ്റ് സംസ്ഥാനത്തെ കുട്ടിയുടെ സംസ്ഥാനത്തെ ആൾക്കാർ പറയുന്നത്, അത് കുട്ടിയുടെ പിതാവ് അടക്കമുള്ളവർ പറയുന്നത് കുട്ടിക്ക് 16 വയസ്സായിട്ടുള്ളതാണ്. അതൊന്നും കൂടാതെ ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് തെളിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവാഹത്തിന് ശേഷം ഈ വിവാഹ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷം ചില മാധ്യമങ്ങൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണങ്ങൾ തരുന്നു. ആ പ്രതികരണം മുതലാണ് പിന്നീട് ഗൂഢാലോചനകളെല്ലാം സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തിരുത്തിയെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം ഉണ്ടാകുമ്പോൾ ഇത് കേരളത്തെ അപമാനിക്കാനായി നടത്തുന്ന ഗൂഢമായൊരു ശ്രമമാണോ എന്ന് കൂടി സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അരമാനൂരിലെ ഈ വിവാദം കേരള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാഠമായി അവശേഷിക്കുമെന്നല്ല യാതൊരു തർക്കവുമില്ല. കൃത്യമായ അന്വേഷണം നടന്നാൽ ഒരുപക്ഷെ കേരളത്തിലെ പല ഉന്നതരും കസേരകൾ തെറിക്കുമെന്ന സാഹചര്യം കൂടി ഉണ്ടാകുമെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. പക്ഷെ മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കേരളത്തിൽ നടന്നിട്ടൊരു കല്യാണം അത് വ്യാജമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു.